ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിതാ ഇവിടെ കിച്ചണിലെത്തിയിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഇതാ ഓൾറെഡി ചിക്കനൊക്കെ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ. അപ്പോൾ ഞാനിതാ എഴുന്നേറ്റ് വന്ന് ഇന്നൊരു റിലാക്സ് ആയിട്ടുള്ളൊരു മോർണിംഗ് ആയിരുന്നു കേട്ടോ. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ തലേ ദിവസത്തെ നമ്മുടെ മാന്തലുണ്ടല്ലോ, മാന്തലിൻ്റെ മീൻ കറി അവിടെ ഉണ്ട് അടുപ്പത്ത്. അതവിടെ ഉണ്ട്, കുറച്ച് നല്ല അത്യാവശ്യം ഉണ്ട് പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് ദോശമാവ് ഇതാ കണ്ടോ, ഈ ഒരു ദോശമാവ് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഉള്ളതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റ് കുറച്ച് മുറ്റത്തൂടെയൊക്കെ ഒന്ന് നടന്ന് റിലാക്സ് ആയിട്ടാണ് ഇന്നത്തെ ഒരു മോർണിംഗ് കേട്ടോ. അപ്പോൾ ഞാനിതാ വന്ന് നേരെ ഫ്ലാസ്കിലേക്കുള്ള വെള്ളം വെച്ചിട്ട് നമ്മുടെ ദോശമാവിലേക്ക് ഇതാ കുറച്ച് ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയൊക്കെ പാർന്ന് ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് മാവ് ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ദോശ ചൂടാന്നൊക്കെ കരുതി മാവ് അരച്ച് വെച്ചതാണ്. പക്ഷേ രാവിലെ എന്താ നല്ല രീതിയിൽ എന്താ പറയുക, ഒരു ഇഡ്ഡലിയൊക്കെ ചൂടാനുള്ള ഒരു കട്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു കുറച്ച് ലൂസിലല്ല, കുറച്ച് കട്ടിയിലാണ് മാവ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്താട്ടി എൻ്റെ തീരുമാനം അങ്ങോട്ട് മാറ്റിയിട്ട് നമുക്ക് ഇഡ്ഡലി ആക്കാമെന്ന് കരുതി. അങ്ങനെ മക്കൾക്ക് ഇഡ്ഡലിയാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. ദോശയേക്കാൾ ഇഡ്ഡലി തന്നെയാണ് ഇവിടെ മക്കൾക്ക് ഇഷ്ടം. പക്ഷേ ചിലപ്പോൾ നമ്മൾ ദോശമാവ് റെഡി ആവാഞ്ഞാൽ നമ്മൾ ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ട് വരാനും പൊന്തി വരാനൊക്കെ ബുദ്ധിമുട്ടാവുമല്ലോ. അതുകൊണ്ട് ഞാനങ്ങനെ ദോശയാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇതെന്താ അറിയില്ല, ഒരു കുറുന്നനെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ കരുതി ഇന്ന് നമുക്ക് ഇഡ്ഡലി ചുടാമെന്ന്. അങ്ങനെ ഇഡ്ഡലിയിൽ പാത്രം വെച്ച് അതിലേക്ക് തന്നെ ഞാൻ എനിക്കുള്ള മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, 2 എനിക്കും, 1 നീനുട്ടിക്കും, 1 എൻ്റെ ഹസ്ബൻഡിനും വെച്ചിട്ടുണ്ട്. അപ്പം എന്താ പറയുക, ഇതുമോന് പുഴുങ്ങിയ മുട്ട ഇഷ്ടമല്ല കേട്ടോ. അവൾക്ക് ഇങ്ങനെ പൊരിച്ചതാണ് ഇഷ്ടമുള്ളൂ. പുഴുങ്ങിയതാകുമ്പോൾ അവൾ കഴിക്കത്തില്ല. അതുകൊണ്ട് അവൾക്ക് പുഴുങ്ങാത്തത് കേട്ടോ. അപ്പോൾ അതവിടെ വെച്ച് വെള്ളം തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്ത് ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇങ്ങനെ നോക്കി. ഈ പുറത്തേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുക എന്ന് പറയുന്നത് എനിക്കൊരു ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. ഒന്നാമത് എന്താ വെച്ചാൽ നമ്മൾ വീട്ടമ്മമാർക്ക് അങ്ങനെ കുറച്ച് റിലാക്സ് ആയിട്ട് നിൽക്കാനൊന്നും ടൈം കിട്ടില്ല. എല്ലാവർക്കും പറയും എന്താ ഇപ്പം ഇത്ര വീട്ടിൽ വീട്ടിലെന്ന് പറയും പണിയെന്ന് ഇങ്ങനെ ചോദിക്കുകയാണെങ്കിലും നമുക്കുള്ള ജോലിയൊന്നും എനിക്ക് തോന്നുന്നു ആണുങ്ങൾക്ക് ഉണ്ടാവില്ല. കാരണം അവർക്ക് ജോലിക്കൊക്കെ പോയി വന്ന് ഒരു സൺഡേ എങ്കിലും അവർക്ക് ഒഴിവുണ്ടാവും. നമ്മൾ വീട്ടമ്മമാർക്ക് അങ്ങനെ ഒരു ഒഴിവ് ഉണ്ടാവില്ല അല്ലേ. എത്ര എന്താ പറയുക പനിയായിട്ട് കിടന്നാലും ഇനിയിപ്പോൾ എങ്ങനെ ആയാലും നമുക്കുള്ള പണി നമ്മളൊക്കെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കും. അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് നേരം മുന്നിലൊക്കെ പോയി നിൽക്കുക, കുറച്ച് നേരം അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ റിലാക്സ് ആയിട്ട് നിൽക്കുക എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് കേട്ടോ. എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും. എനിക്ക് എൻ്റെ കാര്യമായിട്ട് ഞാൻ പറയുന്നത് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ വെള്ളം തിളക്കുന്നവരെ പുറത്ത് കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നു. തിളച്ചപ്പോൾ ഞാൻ അതിലേക്ക് ഇഡ്ഡലി മാവൊക്കെ പാർന്ന് അതിലേക്ക് വെച്ചിട്ടുണ്ട്. മീൻ കറി ഉള്ളതുകൊണ്ട് വേറെ ടെൻഷനൊന്നുമില്ല. നമ്മുടെ വെള്ളം ചൂടായിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ കുടിച്ച് എന്തൊക്കെയോ ചിന്തിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിലേ ഞാൻ ഭയങ്കര ഒരു ചിന്ത അങ്ങനെ നീണ്ട് പോയിട്ടു. ഇപ്പോൾ രാത്രിയൊക്കെ ഉറങ്ങാൻ കിടന്നാൽ ഞാൻ പ്രത്യേകം ഹെഡ്സെറ്റ് വെച്ച് എന്തെങ്കിലുമൊക്കെ പാട്ടിട്ടേ കിടക്കുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ആ ഹെഡ്സെറ്റൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് അങ്ങനെ കാടും മലയൊക്കെ കയറിപ്പോയി പിന്നെ അന്നത്തെ ഉറക്കത്തിൻ്റെ കഥ ഉദാഹവ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ പാട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രസംഗം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാൻ കൂടുതൽ താല്പര്യമുള്ള ഒരാളായതുകൊണ്ട് അതൊക്കെ വെച്ച് ഇങ്ങനെ കിടക്കും. അപ്പോൾ അത് കേട്ട് ഇങ്ങനെ കിടക്കുന്നതിടയിൽ അറിയാതെ ഇങ്ങോട്ട് ഉറങ്ങിപ്പോവും. അപ്പോൾ ഉറങ്ങാനായി എന്ന് തോന്നുമ്പോൾ ഹെഡ്സെറ്റൊക്കെ മെല്ലെ ഊരി വെച്ച് അവിടെ വെച്ച് അങ്ങനെ ഉറങ്ങും കേട്ടോ. അങ്ങനെയാണ് എൻ്റെ ഒരു ഉറക്കം വരെ എനിക്ക് അങ്ങനെയാണ്. അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ആലോചനയിൽ ഇങ്ങനെ പോകുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഇതുമുൻ ഇങ്ങനെ ചെറുതായിട്ട് നല്ല രീതിയിൽ ഒരു തല വേദനയുണ്ട്, തല മിന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ മിന്നാന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു പേടി. അപ്പോൾ ഞാൻ വേഗം ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചിട്ടുണ്ട് ഹസ്ബൻഡിൻ്റെ അടുത്ത്. അപ്പോൾ അങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ എവിടേക്ക് പോവുകയാണെങ്കിലും ഈ ഒരു വാതിലിൻ്റെ അവിടെ ഞാൻ നിൽക്കണം. നിന്നിട്ട് അവിടുന്ന് ആ ഒരു വളവുണ്ടല്ലോ, ഞങ്ങൾ വീടിൻ്റെ ആ ഒരു വളവിൽ നിന്ന് അവൾ തിരിയുമ്പോൾ ഒരു ടാറ്റ തരും. അപ്പോൾ ഞാൻ ഇവിടുന്ന് ടാറ്റ കൊടുത്തിട്ട് അകത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ അവർ പോയി. ഞാനിതാ അങ്ങനെ വീണ്ടും കിച്ചണിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത പരിപാടി ആ ഇഡ്ഡലി അപ്പോഴേക്ക് വന്നിട്ടുണ്ടാകും. പോകുന്ന വഴിക്ക് തന്നെ എൻ്റെ ഹെഡ്സെറ്റ് ചാർജ് കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ ചവിട്ടിൽ കാണാത്തത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഊരിയെടുത്ത് ഇനി നമുക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കേൾക്കും. അല്ലെങ്കിൽ ഞാൻ
പുതിയ ഫോൺ ഇപ്പോൾ വാങ്ങിയതാണ്. ഇപ്പോൾ വാങ്ങിയാൽ ഒരു കൊല്ലമായിട്ട് പുതിയ ഈ ഒരു ഫോൺ ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്ന ഫോൺ വാങ്ങിയിട്ട്. അപ്പോൾ എൻ്റെ പഴയ ഫോൺ ഓപ്പോൻ്റെ ഫോണായിരുന്നു. അത് ഞാൻ കൊടുക്കാൻ സമ്മതിച്ചില്ല. അത് വേണ്ട, വേണമെങ്കിൽ അത് കൊടുക്കുക, അതിനും പൈസ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേണ്ട, എനിക്കത് വേണമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലാണ് ഞാനിപ്പോൾ എന്ത് ചെയ്യുക, വീഡിയോസൊക്കെ കാണുക, അതുപോലെ ഫിലിമൊക്കെ കാണലും യൂട്യൂബിലെ ഓരോ കാര്യങ്ങളൊക്കെ കേൾക്കലൊക്കെ ഹെഡ്സെറ്റ് വെച്ച് അതിലാണ് ഞാൻ ഈ കാണുന്നതൊക്കെ കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഇഡ്ഡലി അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായിട്ട് പൂ പോലുള്ള ഇഡ്ഡലി എന്നൊക്കെ പറയില്ല, അതുപോലെ ആയി വന്നിട്ടുണ്ട്. വെറുതെ ചുമ്മാ പറയല്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് നമ്മുടെ ഇഡ്ഡലി. അപ്പോൾ അതായി അടുത്ത ട്രിപ്പും കൂടി നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ബാക്കി പരിപാടികളിലേക്ക് പോകാം. ഞാൻ ഫസ്റ്റ് ട്രിപ്പ് കുറച്ച് ചൂടാറിയിട്ട് ഇങ്ങനെ എന്താ പാത്രത്തിൽ നിന്ന് എടുക്കായിരിക്കും നല്ലത്. 2 മിനിറ്റ് ഇങ്ങനെ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ അത് വെച്ച് അടുത്ത ട്രിപ്പൊക്കെ വെച്ച് ഇതാ മക്കളൊക്കെ കഴിച്ചു, അവർക്കൊക്കെ കൊടുത്തു. ഇതും അപ്പോഴേക്ക് ഡോക്ടറെ കാട്ടി വന്നു. കുഴപ്പമില്ല, മരുന്നൊക്കെ ഉണ്ട് കേട്ടോ, ആൻറ്റിബയോട്ടിക്കൊക്കെ ഉണ്ട് അവർക്ക്. അപ്പോൾ കഫ ഉണ്ടായിട്ടാണ് ആ തലമിന്നൽ എന്നാണ് പറഞ്ഞത്. അങ്ങനെ അത് അവർക്കൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഞാൻ കഴിക്കുന്നത്. നമ്മുടെ 2 മുട്ടയും അതുപോലെ തന്നെ മീൻ കറി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ചെറിയൊരു പീസ് മീനും എടുത്തിട്ടുണ്ട് കേട്ടോ, മീൻ കറിയിലുള്ള. അപ്പോൾ അതൊക്കെയാണ് ഞാൻ കുടിക്കുന്നത്. നീനുട്ടി കുടിച്ചു, എല്ലാവരും കുടിച്ചു. ഞാൻ ഒറ്റയ്ക്കാണ് പാത്രങ്ങളൊക്കെ കഴുകി, കുറച്ചൊക്കെ കഴുകി, ബാക്കിയുള്ളത് സിങ്കിലിട്ടിട്ട് ഇങ്ങനെ കഴിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുമ്പോൾ കുറച്ച് വയറൊക്കെ കുറഞ്ഞതുപോലെ ഇല്ല എനിക്ക്. നല്ല മാറ്റമുണ്ട് കേട്ടോ കാണുന്നവർക്ക്. വലിയ മാറ്റങ്ങൾ കാണുന്നവർക്ക് ഇല്ലെങ്കിലും എനിക്ക് നല്ല മാറ്റമുണ്ട്. ഇപ്പോൾ എന്താ പറയുക, ഡ്രസ്സുകളൊക്കെ നല്ല കുറച്ച് ലൂസായിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയിലാണ്. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഒരു 2 ദിവസം കൂടി കഴിയട്ടെ വെയിറ്റ് നോക്കാനെന്ന് കരുതിയിട്ടാണ് കേട്ടോ. ഞാൻ ഇനി 99 നോക്കുള്ളൂ എന്നൊക്കെയുള്ള വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോഴൊക്കെ ആ ഒരു എന്താ പറയുക 100 101 അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നോക്കട്ടെ, ഏതായാലും 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വെയിറ്റ് കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാനത് മുട്ടയൊക്കെ ഇങ്ങനെ കഴിക്കുന്നുണ്ട്. നീനുട്ടിയുടെ എന്തൊക്കെയോ പറയുന്നുണ്ട്, അവളും എന്താ ഫോണിലുള്ള എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇതുമോ ഫുഡൊക്കെ കഴിച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ എന്താ പറയുക, അലക്കിയതൊക്കെ എടുക്കാൻ പോയിട്ടോ. ഇതിപ്പോൾ എന്താ വെച്ചാൽ രാവിലെ ഞാൻ തലേന്ന് രാത്രി നമ്മൾ ഉണക്കി വെക്കുമല്ലോ, ആ ഉണക്കി വെച്ചത് രാവിലെ എഴുന്നേറ്റ പാടെ ഒന്ന് ജസ്റ്റ് നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ വാഷിംഗ് മെഷീനിൽ അലക്കണതുകൊണ്ട് തന്നെ ഒന്ന് കാറ്റും ഉണ്ടാകാതെ തന്നെ ഉണങ്ങുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു 10-11 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ചായ കുടിക്കുമ്പോൾ ഒരു 10:30 ആയിട്ടുണ്ട്. കാരണം എല്ലാവർക്കും കൊടുത്ത് സെറ്റായതിന് ശേഷം സമാധാനത്തോടു കൂടിയാണ് ഞാൻ ഫുഡ് കഴിക്കാതിരിക്കും. എനിക്ക് അല്ലെങ്കിൽ ആകെ കഴിക്കാനുള്ളത് ഈ മുട്ടയാണ്. മുട്ട കഴിക്കുമ്പോഴെങ്കിൽ ഇത്തിരി സമാധാനം വേണ്ടേ. അപ്പോൾ ഞാനത് എല്ലാവർക്കും കൊടുത്ത് സെറ്റായതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്ത് കുടിച്ചപ്പോഴേക്കും 10-11 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ അലക്കി വിരിച്ചതൊക്കെ ഉണങ്ങി ചൂട്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേഗം ഞാൻ കൊണ്ടുവന്ന ചൂടോടുകൂടി എന്നെ അങ്ങോട്ട് മടക്കി വെച്ച്, എനിക്ക് ആ ഒരു എന്താ പറയുക, അയലുമെന്ന് എടുത്ത് കൊണ്ടുവന്ന് മടക്കി വെക്കുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ. ഈ കൊണ്ടുവന്നിട്ട് കൂട്ടി വെച്ചാണ് അപ്പോൾ ഒരു തണുപ്പൊക്കെ വന്നാൽ അതിനേക്കാൾ ഇഷ്ടം ആ ഒരു ചൂടോടുകൂടി എടുത്ത് കൊണ്ടുവന്ന് അങ്ങനെ മടക്കി ഇങ്ങനെ കൊണ്ടുവെക്കുന്നതാണ് എനിക്കെൻ്റെ ഒരു ഇഷ്ടം. അപ്പോൾ ഞാൻ അവിടെ പെട്ടെന്ന് ഇടാനുള്ളതൊക്കെ അവിടെ നമുക്ക് താഴെ വെക്കാനുള്ളതൊക്കെ സെപ്പറേറ്റ് വെച്ചു, മുകളിലേക്ക് കൊണ്ടുപോകാനുള്ളത് വേറെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയുള്ളതൊക്കെ ഞാൻ ജസ്റ്റ് അലമാറയിലൂടെയൊക്കെ കൊണ്ട് വെച്ചു കേട്ടോ. ഇനി ബാക്കി കുറച്ചും കൂടി അലക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ എന്താ പറയുക, വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട്. അത് പിന്നെ അവിടെ അങ്ങനെ വെള്ളം മാറ്റിയിട്ടും അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട്. നീനൂട്ടി കുളിക്കാനൊരുങ്ങാണ്. അവൾ എണ്ണയൊക്കെ തേച്ച് മുഖത്ത് കാപ്പിപ്പൊടിയൊക്കെ തേച്ച് കുളിക്കാനുള്ള തത്രപ്പാടിലാണ് കേട്ടോ. അപ്പം ഞാൻ ബാക്കിയുള്ളതും കൂടി ഒന്ന് ഉണക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ബാക്കി അയലുമ്മൽ തന്നെ കൊണ്ടുപോയി നിവർത്തി ഇടട്ടെ എന്ന് കരുതി അതൊക്കെ ഇടുന്നുണ്ട്. ഇതന്നെയല്ലേ നമ്മുടെ സ്ഥിരം പരിപാടിയില്ലേ, നമുക്കെന്താ പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. അലക്കിയത് തന്നെ അലക്കുക, പിന്നെ വീണ്ടും അലക്കാനാവുക, വീണ്ടും അലക്കുക. ഇതൊക്കെ തന്നെ നമ്മൾ വീട്ടമ്മമാരുടെ പരിപാടി. അങ്ങനെ പിന്നെ ഇതാ ഓരോന്നോരോന്നായിട്ട് ഞാൻ അതിൽ നിന്ന് ഇങ്ങനെ എടുക്കുന്നുണ്ട്. അടുത്ത ട്രിപ്പ് ഇനി നീനുട്ടിയൊക്കെ കുളിച്ചിട്ട് അടുത്ത ട്രിപ്പ് വീണ്ടും ഇടാനാവും. അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതാ ഞാനിവിടെ നല്ല വെയിലുണ്ട്, ചൂടുണ്ട്. ഏകദേശം നമ്മൾ ഒരു 11 മണി 11:30 ആവുന്നുണ്ട്. നല്ല വെയിലുണ്ട്, നല്ല ചൂടുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഉച്ചയാകുമ്പോൾ തന്നെ ഇങ്ങോട്ട് തന്നെ എടുക്കാമെന്ന് തോന്നുന്നു. ഓരോന്നായിട്ട് ഞാനങ്ങനെ നിർത്തിയിടുന്നുണ്ട്. അപ്പോൾ മുറ്റത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് അടിച്ചു വാരിയിട്ട് ഇപ്പോൾ 2 ദിവസമായിട്ടോ. അപ്പോൾ ഞാൻ എന്താ അറിയില്ല, രാവിലത്തെ ഒരു തിരക്കൊണ്ട് മുറ്റത്ത് കണ്ട് ഇറങ്ങാൻ കഴിയില്ല. രാവിലെ കഴിഞ്ഞാൽ ആ സമയം കഴിഞ്ഞാൽ പിന്നെ നമുക്കങ്ങനെ അടിച്ചു വാരാനും ഇറങ്ങാനും കഴിയില്ലല്ലോ. അപ്പോൾ 2 3 ദിവസമായിട്ടുള്ളൂ, വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ഷീറ്റ് ഇട്ടതുകൊണ്ട് വലിയ കച്ചറയൊന്നും മരത്തുമ്പോൾ നില വീഴാനോ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ അലമ്പൊന്നും ഇല്ല. എന്നാലും
നമുക്കൊന്ന് ചൂലിൻ്റെ അടയാളം ഇല്ലാഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടാവില്ലല്ലേ, ഒന്നൊന്ന് തൂത്തുവാരി വരാഞ്ഞാൽ. അപ്പോൾ ഇന്ന് ഞാൻ ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ നമ്മുടെ ദോശ ആയതുകൊണ്ട് നമുക്ക് ചുറ്റുഭാഗം ഒന്ന് വീശി അടിച്ചു വാരി ഒന്ന് റെഡിയാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ എഴുന്നേറ്റ് മുന്നിലൂടെയൊക്കെ ഒരു 4 നടത്തൊക്കെ നടന്ന് ഞാനതിൻ്റെ ഷോർട്സൊക്കെ എടുത്തിട്ടുണ്ട്. അത് നാളെ ഞാൻ എന്തായാലും ഒന്ന് അപ്ലോഡ് ആക്കും കേട്ടോ. രാവിലെ 10 മണിക്ക് നമ്മുടെ ഷോർട്സ് വരാറുണ്ടല്ലോ, അപ്പോൾ ആ ടൈമിൽ തന്നെ നമുക്ക് ഞാൻ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അലക്കലും വെക്കലൊക്കെ കഴിഞ്ഞ് തോരയിടലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആ ചിക്കൻ ഞാൻ രാവിലെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നേരെ ഫ്രിഡ്ജിലേക്കാണ് വെച്ചത് കേട്ടോ. ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് ഇനി നന്നായിട്ടൊന്ന് കഴുകി കുറച്ചെടുത്ത് നമുക്ക് മുളകിട്ട് വെക്കാം, കുറച്ചെടുത്ത് പിന്നെ പൊരിക്കുകയൊക്കെ ചെയ്യാമെന്നൊക്കെ ഉള്ള പ്ലാനാണ് ഉള്ളത്. അതിങ്ങനെ വേഗം വേഗം ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ആ പാത്രങ്ങളൊക്കെ കഴുകി സെറ്റാക്കി ഒക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ, അധികം പാത്രങ്ങളില്ലല്ലോ, കാരണം എന്താ നമുക്ക് ഇഡ്ഡലിയും മീൻകറി ഓൾറെഡി ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ള പാത്രങ്ങൾ അധികം പരക്കാനുള്ള ഒരു സംഭവം ഇന്ന് ഉണ്ടായിരുന്നില്ല. മൊത്തത്തിലൊരു റിലാക്സ് ആയിരുന്നു അല്ലേ. അപ്പോൾ ഞാനിതാ ചിക്കനൊക്കെ വേഗം വേഗം റെഡിയാക്കി. എന്താ പറയുക, ഇന്നിപ്പോൾ ചോറുണ്ടാക്കിയിട്ടില്ല കേട്ടോ, കാരണം ഇഡ്ഡലി മാവ് കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഡ്ഡലിയൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ചോറ് വേണ്ട, ഇഡ്ഡലി മതി എന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ അതിൽ നിന്നും എനിക്ക് ഞാൻ രക്ഷപ്പെട്ടു. ഇന്ന് ചോറ് ഉണ്ടാക്കേണ്ടതെന്നേ ഉള്ളൂ. ബാക്കി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കണം, അതുപോലെ തന്നെ എന്താ പറയുക ചിക്കൻ പൊരിച്ചെടുക്കും വേണം. അപ്പോൾ ഇന്ന് വേറെ എന്താ പറയുക പച്ചക്കറി എന്ന് പറയാനും കോളിഫ്ലവർ ഇന്നലത്തേന് ബാക്കി ഫ്രിഡ്ജിലുണ്ട്. പക്ഷേ ചിക്കൻ പൊരിക്കണത് കൊണ്ട് ഞാൻ കോളിഫ്ലവർ പിന്നെ എടുക്കണ്ടെന്ന് വിചാരിച്ചു. ചിക്കൻ കറിയും ഇഡ്ഡലിയും ചിക്കൻ പൊരിച്ചതും മതിയല്ലോ അല്ലേ, പിന്നെ തൈരുണ്ട് ഓൾറെഡി. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് സെറ്റാക്കാം എന്ന് കരുതി അങ്ങനെ ചിക്കനൊക്കെ കഴുകി. ഇനി നമ്മുടെ അടുത്ത പരിപാടി ഒരു എല്ല് പോലെയുള്ള ഭാഗങ്ങളൊക്കെ കറി വെക്കാം. പിന്നെ എന്താ പറയുക നല്ല ഇറച്ചിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ കറി വെക്കാനുള്ള ഉള്ളിയൊക്കെ ജൈഗിബോഗായിട്ട് ഞാൻ എറിയുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റ് ഞാൻ നമ്മുടെ ഫ്രിഡ്ജിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ, ഞാനിപ്പോൾ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. എനിക്ക് ഒഴിവുള്ള സമയത്തൊക്കെ ഞാനത് ജസ്റ്റ് ഒന്ന് തൊലിച്ച് ഇങ്ങനെ ചതക്കി വെക്കുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള പെട്ടെന്നുള്ള എന്താ പറയുക തിരക്ക് പിടിച്ചിട്ടൊന്നും നമുക്കത് ചതക്കേണ്ട ആവശ്യം വരാറില്ല. അപ്പം ഉള്ളിയും തക്കാളി അരിയാനേ ഉള്ളൂ. ഓൾറെഡി ചതക്കിയത് അവിടെ ഉണ്ട്. ഇതവിടെ ഉണ്ട്, എൻ്റെ ഫോണിൽ അവിടെ ഇങ്ങനെ ഞാൻ ഹെഡ്സെറ്റ് എടുത്തിട്ടുണ്ട്, ഫോണിൽ അങ്ങനെ ഫിലിം ഇട്ടിട്ടുണ്ട്. എൻ്റെ പോലെ ഈ ഒരു ശീലം ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കണ്ടിരിക്കണം, വെറുതെ എന്ത് പണിയെടുക്കുകയാണെങ്കിലും നമ്മൾക്കിപ്പോൾ ഒരു ഭാരമായിട്ട് ചെയ്യുന്ന പോലെ തോന്നാതിരിക്കാനാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെയുള്ള എന്തെങ്കിലും ഫിലിമൊക്കെ ഇട്ട്. ഇന്നിപ്പോൾ എന്തോ ഒരു ഫിലിമാണ് കണ്ടിരിക്കുന്നത്, നമ്മളെ ധ്യാൻ ശ്രീനിവാസിൻ്റെ ഒരു പടമാണ് കേട്ടോ, വലിയ കുഴപ്പമില്ലാതെ. ഇന്ന് പേര് സീക്രട്ട് ഓഫ് ലൈഫ് എന്നോ അങ്ങനെ എന്തോ പറഞ്ഞൊരു ഫിലിമാണ്. നല്ലൊരു എന്താ പറയുക കണ്ടിരിക്കാൻ പറ്റിയ, എന്നാൽ തിയേറ്ററിലൊന്നും പോയി കാണാനുള്ള ഒരു ഗുമ്മൊന്നുമില്ല കേട്ടോ. വീട്ടിൽ നിന്ന് നമുക്കിങ്ങനെ അതേപോലെ ഫോണിലൊക്കെ കാണാൻ, യൂട്യൂബിലൊക്കെ കാണാൻ പറ്റിയൊരു ഫിലിമാണ്. അപ്പോൾ അത് അവിടെ ഇങ്ങനെ ഇട്ട് വെച്ച് ഹെഡ്സെറ്റ് വെച്ചിട്ട് ഞാൻ എൻ്റെ പണികളിങ്ങനെ ചെയ്യും. അപ്പോൾ അതും നടക്കും ഇതും നടക്കും. എന്താ പറയുക നമുക്കൊരു ടെൻഷൻ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ അടുക്കളയിൽ ഇങ്ങനെ കടന്ന് ഒരുപാട് ജോലി നമ്മൾ ഒറ്റപ്പെട്ട പോലെയൊന്നും തോന്നില്ലല്ലോ നമുക്കിങ്ങനെ ആ ഒരു ഫിലിം കണ്ടിങ്ങനെ ചെയ്യുമ്പോൾ. നമ്മുടെ സന്തോഷം നമ്മളാണ് കണ്ടെത്തുക, അത് ചെയ്യുക എന്നല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ ഞാനിതാ പിന്നെ ചിക്കൻ അവിടെ ഉള്ളിയൊക്കെ വാട്ടി, ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി ചിക്കൻ അതിലേക്കിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ എന്താ പറയുക ഗരം മസാല, ചിക്കൻ മസാല, ഇച്ചിരി കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ചൂടുവെള്ളമാണ് കേട്ടോ ഞാൻ പാർന്നത്. നമ്മളിങ്ങനെ വാട്ടി വെക്കുമ്പോൾ പിന്നെ നമ്മൾ അതിലേക്ക് പച്ചവെള്ളം പാർന്നാൽ ആ ടേസ്റ്റ് അങ്ങോട്ട് പോവും. നമ്മളിങ്ങനെ ചൂടുവെള്ളം പാർന്നിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ വിട്ട് കുക്കറിൽ അങ്ങനെ അവിടെ മൂടി വെച്ചിട്ടുണ്ട്. ഒറ്റ വിസിൽ അടിച്ചതിന് ശേഷം ഞാൻ തീയൊന്ന് കുറച്ച് വെക്കും കേട്ടോ. കുറച്ച് വെച്ചിട്ട് പിന്നെ ജസ്റ്റ് ഒരു 5 മിനിറ്റ് കൂടി വെച്ച് ചിക്കന് പിന്നെ നമുക്ക് എന്താ വെച്ചാൽ അധികം വേവാനൊന്നും ഉണ്ടാവില്ലല്ലോ, വേഗം വേവുമല്ലോ, ബീഫിൻ്റെ മാതിരിയൊന്നുമല്ലല്ലോ. അപ്പോൾ അതവിടെ അങ്ങനെ സെറ്റായി. ഞാനതങ്ങനെ കുക്കറൊക്കെ നോക്കി പിന്നെ എന്താ പറയുക ചിക്കനൊക്കെ കായം പുരട്ടി വെച്ച് പോയിക്കും. നീനുട്ടി വന്ന് വിശക്കുന്നുണ്ട്, ഫുഡായോ എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം അവൾക്ക് ഇഡ്ഡലി ഭയങ്കര ഇഷ്ടമാട്ടോ, അവൾ അങ്ങനെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. എത്ര ഇഷ്ടമാണെന്ന് എനിക്കും അറിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെയാണെന്നെങ്കിൽ ഇനി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്നൊക്കെ തോന്നി അവളുടെ തീറ്റ കണ്ടപ്പോൾ. അപ്പോൾ അത് അവൾ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ആ നേരെ ഞാൻ ബാക്കിയുള്ള ഇപ്പോൾ ഞാൻ ചിക്കനൊക്കെ പൊരിച്ചിട്ടുണ്ട് കേട്ടോ, കുറച്ച് ആവശ്യത്തിനുള്ള എടുത്ത് പൊരിച്ച് ബാക്കിയുള്ളത് നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി അവിടെയുള്ള പാത്രങ്ങളൊക്കെ വേഗം കഴുകി വെച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വെള്ളം അങ്ങനെ ഒരുപാട്
കുടിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഞാൻ വെള്ളം കുടിച്ചപ്പോൾ ഒരു 4-5 ബദാമും ഒരു 2 അണ്ടിപ്പരിപ്പൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ അത് കഴിച്ചതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ ഉച്ചയ്ക്ക് ഇപ്പോൾ വലിയ വിശപ്പും തോന്നിയില്ല. അപ്പോൾ ഞാനിപ്പോൾ കഴിക്കേണ്ടത് കരുതി വേഗം പാത്രം കഴുകി കിച്ചണിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു എന്നുള്ളൊരവസ്ഥയായിരുന്നു. വേഗം വേഗം നീനുട്ടിയോട് കഴിച്ച്. ഇതും ആണെങ്കിൽ എന്താ മരുന്ന് ഗുളിക കുടിച്ചിട്ട് ഒന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ അവൾ. ഇന്ന് സ്കൂളിലൊക്കെ ഒന്നും പറഞ്ഞയച്ചിട്ടില്ല അവൾക്ക് ഈ ഒരു പനി തലമിന്നൽ പോലെയൊക്കെ ഉണ്ടായിട്ട്. അപ്പോൾ അവൾ വേഗം എന്ത് ചെയ്താണ് ഗുളിക മരുന്ന് കുടിക്കുമ്പോൾ ഈ ആൻറ്റിബയോട്ടിക് കുടിക്കുമ്പോൾ ഒരു ക്ഷീണം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അവൾ അത് അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഫുഡ് കഴിക്കാൻ എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ വേഗം പാത്രങ്ങൾ കഴുകി ഇവിടുന്ന് രക്ഷപ്പെടുന്ന കുറച്ച് നേരം ഒന്ന് കിടക്കണം എന്നുള്ള കുറേ നേരം അതിലെ അലച്ചിലും തിരിച്ചിലൊക്കെ. അപ്പോൾ അടിച്ച് വാരാ തുടക്കുക എന്നുള്ള സംഭവമൊക്കെ നീനൂട്ടി ചെയ്യുന്നതുകൊണ്ട് ഇപ്പം അങ്ങനത്തെ ഭാരമില്ല. പിന്നെ അതുപോലെ തന്നെ അവൾ കുളിച്ച് റെഡിയായി വന്നതാണ് കേട്ടോ. അവൾ അടിച്ച് വാരി കഴിഞ്ഞിട്ട് ഒന്നില്ലെങ്കിൽ കുളിക്കും അല്ലെങ്കിൽ മേലെ കഴുകും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് വിയർക്കുമല്ലോ, അപ്പോൾ വേഗം ഒന്ന് കുളിച്ച് വരും. അല്ലെങ്കിൽ മിനിമം മേലെ കഴുകും, തല നനച്ചിട്ടില്ലെങ്കിലും മേലെ കഴുകി വരും. അപ്പോൾ അങ്ങനെ വന്നിട്ട് അവൾ ഫുഡ് കഴിച്ചു. അവൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ ഫുഡ് കഴിക്കണത് ഉച്ചക്കത്തെ ഈ ഒരു ഫുഡ് കഴിക്കണത് സമയം ഒരു ഏകദേശം ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് എനിക്ക് വിശന്നത്. ഞാൻ ആ ഒരു ബദാമൊക്കെ കഴിച്ചതുകൊണ്ട് ഇങ്ങനെ വെള്ളം ഒരുപാട് കുടിച്ചതുകൊണ്ട് വയറ് നിറഞ്ഞ പോലെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, പോയി കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. ഓരോ ഫോൺ വരും. ആ ഉച്ചൻ്റെ ടൈമിലാണ് എനിക്ക് ഫോണുകളൊക്കെ ഇങ്ങനെ വരിക. ഒന്ന് ഉമ്മ വിളിക്കും, 2 അനിയത്തി വിളിക്കും, തുത്തു വിളിക്കും, പിന്നെ 3ാമത് മോള് വിളിക്കും. അപ്പോൾ ഇന്ന് മോള് വിളിച്ചപ്പോൾ ഞങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇന്ന് അവർ ഐറൂസ് ഇങ്ങനെ പിരി കാട്ടിയിട്ട് വേറെ ആരും എന്താ പറയുക അവളിങ്ങോട്ട് ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ. രാത്രി തീരെ ഉറക്കമല്ല ഐറൂസിന്. അതുകൊണ്ട് തന്നെ പിന്നെ എന്താ ഒരു 2-3 ആഴ്ച കഴിയുമ്പോൾ അവൾക്ക് ഒന്നും ഉറങ്ങാൻ ഇങ്ങോട്ട് വന്നിട്ടില്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞ്, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സന്തോഷം വേഗം നമ്മൾ പണികളൊക്കെ തീർത്തെന്ന്. ഇപ്പോൾ അതാ ഏകദേശം ഈ ഒരു ഞാൻ കഴിക്കുന്ന സമയം തന്നെ 4 മണിയൊക്കെ കഴിഞ്ഞിട്ടോ. ഞാൻ കരുതിയ മോളൊരു രാത്രി ആവുന്നു, കാരണം മോളുവിൻ്റെ ഹസ്ബൻഡിന് അവൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് ഫ്രീ ആവണമെങ്കിൽ എന്തായാലും ഒരു രാത്രിയാവും, 10-11 ആവും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അവരൊരു 4:30-5 മണിയായപ്പോഴേക്കും എത്തിയിടും. ഞാൻ ഫുഡൊക്കെ കഴിച്ച് ആ പാത്രം കഴുകി വെച്ചപ്പോഴേക്കും അവിടെ എത്തി. പിന്നെ അവരെത്തിയപ്പോൾ മോളിൻ്റെ ഹസ്ബൻഡ് ഉണ്ടായതുകൊണ്ട് അധികം ഞാൻ വീഡിയോ എടുത്തില്ല. അവൻ പോകുമ്പോൾ ഞങ്ങളിങ്ങനെ പുറത്ത് നിന്നിട്ടുണ്ട്. അപ്പോഴുള്ള വീഡിയോ ആണ് ഇട്ടത്. പിന്നെ ഞങ്ങളിവിടെ ഇന്ന് കുറേ നേരം ഇങ്ങനെ കത്തിയടിച്ചിരുന്നു. മോളിൻ്റെ അവിടുത്തെ വിശേഷങ്ങളും ഇവിടുത്തെ വിശേഷങ്ങളും അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയാനുണ്ടല്ലോ. ഫോൺ വിളിക്കാമെന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ ഐറൂസ് കുഞ്ഞു കുട്ടിയായിരുന്നു, ചെറിയ കുട്ടിയൊക്കെ ആയിരുന്നു. പിന്നെ പാൽ കുടിച്ച് കിടക്കുമ്പോഴൊക്കെ കുറേ നേരം ഫോൺ വിളിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം അങ്ങനെയല്ലല്ലോ. അവൻ അടങ്ങി നിൽക്കാത്തതുകൊണ്ട് ഒന്നില്ലെങ്കിൽ മുട്ടുത്തിപ്പായ, അല്ലെങ്കിൽ പൊറുക്കി തിന്നുക, അല്ലെങ്കിൽ അതെടുത്ത് വലിച്ചിടും ഇതെടുത്ത് വലിച്ചിടുക ഒക്കെ ആയതുകൊണ്ട് ഇപ്പോൾ അവൾക്ക് ഫോൺ ചെയ്യുമ്പോൾ അധികം സംസാരിക്കാൻ കഴിയില്ല. ഞാൻ വെക്കുകയാണ് വെച്ച് എനിക്ക് വയ്യ, ഐറൂസ് അത് എടുക്കുന്നുണ്ട് ഇതെടുക്കുന്നുണ്ട് പറയാം. അപ്പോൾ അധികം ഫോണിൽ അങ്ങനെ വിശേഷങ്ങളൊന്നും ഇപ്പം കുറവാണ് കേട്ടോ സംസാരിക്കൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിരുന്നു. ഇന്ന് ഐറൂസിനെ ഞാൻ അങ്ങോട്ട് നോക്കാറ് അവൾ ഫ്രീ ആയിട്ട് നടക്കട്ടെ എന്ന് കരുതി ഞാൻ ഐറൂസിൻ്റെ അടുത്ത് ഇങ്ങനെ നടന്നു. അപ്പോൾ നീനും മോളുമൊക്കെ എന്തൊക്കെയോ പിന്നെ റീൽസ് എടുക്കണം, ആ പാട്ടിന് റീൽസ് എടുക്കണം, ഈ പാട്ടിന് അങ്ങനെയൊക്കെയുള്ള പ്ലാനിങ് കണ്ടിട്ട് അവിടെ നടക്കണം. അല്ലാതെ അന്താരാഷ്ട്ര ചർച്ചയൊന്നുമല്ല. പിന്നെ എന്താ പറയുക, ഇത് ഈ വീഡിയോ അവർക്ക് എന്തായാലും ഇൻസ്റ്റയിൽ ഓരോ അക്കൗണ്ട് ഉണ്ടല്ലോ. അപ്പോൾ അവരിങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് റീൽസും കാര്യങ്ങളൊക്കെ ഒരുമിച്ചുള്ള റീൽസൊക്കെ എടുത്തിട്ട് കൊളാബ് ചെയ്തിട്ട് ഇടുമല്ലോ. അപ്പോൾ അതിന് ഏത് പാട്ട് അങ്ങനെയൊക്കെയുള്ള ചർച്ചകളാണ് കേട്ടോ കാണുന്നത്. പിന്നെ എൻ്റെ വീഡിയോനെ പറ്റി കുറച്ച് പറഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് മെലിഞ്ഞിട്ടുണ്ടെന്നൊക്കെ മോളും പറഞ്ഞു, നന്നായിട്ട് ഒതുങ്ങിയിട്ടുണ്ട് ഉമ്മച്ചി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തള്ളി മറിച്ചാണ് കേട്ടോ ഇരിക്കുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് എന്താ വേറെ പറയാനും. പിന്നെ ഇനിയിപ്പോൾ വൈകുന്നേരമായി. ഇപ്പോൾ അവൾ വന്ന് അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടാണ് വന്നത്. അപ്പം ചായ മതി എന്ന് പറഞ്ഞു ചായയും ചിപ്സ് പിന്നെ എന്താ പറയുക സ്പെഞ്ച് അങ്ങനെയൊക്കെയുള്ള കപ്പ് കേക്ക് ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ മോളും ചെറുതായിട്ട് ഇങ്ങനെ ഫുഡൊക്കെ നിയന്ത്രിക്കുന്നുണ്ട്. എന്താ പറയുക, വെയിറ്റ് ഇങ്ങനെ കൂടുക. പക്ഷേ നല്ല വിശപ്പാട്ടോ. ഒന്നാമത് എന്താ വെച്ചാൽ മോൻ ഇങ്ങനെ പാൽ ഇപ്പോൾ ഈ ഒരു 1-1.5 വയസ്സാകുമ്പോഴാണല്ലോ ചെറിയ അപ്പോൾ പാൽ കൂടി കൂടുമല്ലോ. അപ്പോൾ അവൾക്ക് നല്ല വിശപ്പുണ്ട്. അങ്ങനെ അങ്ങോട്ട് സ്ട്രിക്റ്റ് ആക്കാനും പറ്റുന്നില്ല. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവൾ പറഞ്ഞു 7 മണിയാകുമ്പോഴേക്കും ഞാൻ ഫുഡ് നിർത്തും, എനിക്ക് 7 മണിയാകുമ്പോഴേക്കും ഇവിടെ എന്താ ഉള്ളതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇഡ്ഡലി ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, ചിക്കൻ പൊരിച്ചതുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് 7 മണീൻ്റെ മുമ്പ് തന്നെ തരണം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ തട്ടിയിട്ട് ഇരിക്കണം കേട്ടോ. അപ്പോൾ ഇനി 2-3 ദിവസത്തെ വീഡിയോയിൽ ഇവരും ഉണ്ടാവും കേട്ടോ. നമ്മുടെ വീഡിയോയിൽ ഐറൂസും മോളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നാളത്തെ അവരുടെ വിശേഷങ്ങളായിട്ട് വരാം. ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. ബൈ.